സ്നേഹസന്നിധി നിരനിരയായി വരികയായിതാ കന്യകമാ അണയുകയായി സ്നേഹസന്നിധി. കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സമൂഹത്തിൻ്റെ മുൻപിൽ സേവനം അനുഷ്ഠിക്കാനും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണ്. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുവചനത്തിലാണ് നാം ഇങ്ങനെ വായിക്കുക: 25 വർഷങ്ങൾക്ക് മുൻപ് സന്യാസം എന്ന ബലിവേദിയിൽ ബലിവസ്തുവായി സമർപ്പിച്ച സിസ്റ്റർ സിൽവിയായുടെയും സിസ്റ്റർ സെറേനായുടെയും സിസ്റ്റർ ലെത്തീസിയായുടെയും സിസ്റ്റർ ജൂലിയായുടെയും അനുഗ്രഹീത ജീവിതത്തിന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ, ആശംസകൾ. തങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും തികച്ചും മാതൃകാപരമായ ജീവിതക്രമങ്ങളും കുടുംബത്തിൽ നിന്ന് കിട്ടിയ നല്ല ശിക്ഷണവും ആഴമായ വിശ്വാസ ചൈതന്യവും ഭക്തി തീക്ഷ്ണതയും ഗുരുഭൂതരുടെയും മതാധ്യാപകരുടെയും പ്രചോദനങ്ങളും തങ്ങളുടെ വിളി തിരിച്ചറിയുന്നതിന് പര്യാപ്തമാകുകയും യേശുവിൻ്റെ പാത പിഞ്ചെല്ലാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ഇവർ 1994 ഓഗസ്റ്റ് 11 കന്യകാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക്, അതെ, ഫിലിപ്പിനേരി സന്യാസിനി സമൂഹത്തിൻ്റെ അർത്ഥിനികളായി കടന്നുവന്നു. തുടർന്ന് 1997 പോസ്റ്റുലൻസിയിൽ പ്രവേശിക്കുകയും പോസ്റ്റുലൻസി കാലഘട്ടത്തിലൂടെ യേശുവിൻ്റെ പാത എന്താണെന്ന് തിരിച്ചറിയുകയും 1998 നോവിഷ്യേറ്റിൽ പ്രവേശിച്ച് നോവിഷ്യേറ്റ് കാലഘട്ടത്തിൽ യേശുവിനൊപ്പം ആയിരുന്നുകൊണ്ട് താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ സ്വന്തമാക്കുവാൻ 3 വർഷത്തെ പഠനത്തിനും പരിശീലനത്തിനും ശേഷം 1999 മെയ് 1 സഭാവസ്ത്രം സ്വീകരിച്ച് പ്രഥമ വ്രത വാഗ്ദാനം നടത്തി. തൻ്റെ ആത്മനാഥനെ നിത്യമായി അനുകരിക്കുന്നതിന് പൂർണ്ണമായ സമ്മതത്തോടും തീരുമാനത്തോടും കൂടി 2005 മാർച്ച് 12 നിത്യവ്രത വാഗ്ദാനവും ചെയ്ത് എന്നേക്കും ഈശോയുടെ സ്വന്തമായി. ഫിലിപ്പിനേരി സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷങ്ങൾ. ഈശോയോടൊപ്പമായിരുന്ന തങ്ങളുടെ സന്യാസ സമർപ്പണ ജീവിതത്തിന് ഇന്ന് 25 വർഷം പൂർത്തിയാകുമ്പോൾ ഇവർ കടന്നു വന്ന ജീവിത വഴിത്താരകളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. ജൂലി മാത്യു എന്ന സിസ്റ്റർ ജൂലിയ മഞ്ഞക്കുഴക്കുന്നേൽ പരേതനായ മാത്യുവിൻ്റെയും ചിന്നമ്മയുടെയും 6 മക്കളിൽ 4ാമത്തെ മകളായി ജനിച്ചു. സഹോദരങ്ങൾ ഡെൻസി മാത്യു, ഡോൾസി മാത്യു, ഡെസി ബാബു, ജിഷ ബിജു, ജൂബി തോമസ്. പാലക്കാട് കല്ലടിക്കോട് മേരിമാതാ ചർച്ച് ഇടവകാംഗമായ സിസ്റ്റർ ജൂലിയ മൈലാമ്പാടം, കോട്ടപ്പാടം എന്നീ സ്കൂളുകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1996 ഫിലിപ്പിനേരി സന്യാസിനി ഭവനത്തിൽ പ്രവേശിക്കുകയും ഇങ്ങാപ്പുഴ സാരഥി കോളേജിൽ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. വ്രതവാഗ്ദാനത്തിന് ശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, കൗൺസിലിംഗ് കോഴ്സ്, ബൈബിൾ കോഴ്സ് എന്നിവ പൂർത്തിയാക്കി. 1999 മുതൽ 2001 വരെ ഇറ്റലിയിലെ മദർ ഹൗസിലും 2001 തിരിച്ച് ഇന്ത്യയിലെത്തി 2008 വരെ പുതുപ്പാടി പിപ്പബോനോ നഴ്സറി സ്കൂളിൽ അധ്യാപികയായും നിസ്തുലമായി സേവനമനുഷ്ഠിച്ചു. 2008 വീണ്ടും ഇറ്റലിയിലെത്തുകയും 2011 വരെയുള്ള കാലഘട്ടത്തിൽ ഇറ്റലിയിലെ അല്ലറോസയിൽ നഴ്സറി അധ്യാപികയായും സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും 2011 മുതൽ 2017 വരെ ചിരട്ടാമല കമ്മ്യൂണിറ്റിയിൽ സുപ്പീരിയറായി ഇടവക പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം സാൻ ഫിലിപ്പോ നഴ്സറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. ഇപ്പോൾ പാലക്കാട് കോൺവെന്റിൽ സുപ്പീരിയറായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രൂപതയിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുക എന്ന ലക്ഷ്യത്തോടെ രൂപതാ ടീം നടത്തുന്ന ഹോം മിഷൻ പ്രവർത്തനത്തിൽ സിസ്റ്റർ ജൂലിയയും ഭാഗഭാക്കായിക്കൊണ്ടിരിക്കുന്നു. എൽസമ്മ സൈമൺ എന്ന സിസ്റ്റർ ലത്തീസിയ കൊച്ചുപറമ്പിൽ പരേതനായ സൈമണിൻ്റെയും
അന്നമ്മയുടെയും 6 മക്കളിൽ രണ്ടാമത്തെ മകളായി ജനിച്ചു. സഹോദരങ്ങൾ ജെയ്മോൾ തോമസ്, ഫാദർ ജോസഫ് സൈമൺ OFM കപ്പുച്ചിൻ, മാത്യു സൈമൺ, എമിലി രഞ്ജു, സിസ്റ്റർ അൽഫോൻസ സൈമൺ, OCD കാർമലൈറ്റ് ക്ലോയിസ്റ്റേഡ്. കോട്ടയം കാരിത്താസ് സെന്റ് തോമസ് ഇടവകാംഗമായ സിസ്റ്റർ ലത്തീസിയ തെള്ളകം സെന്റ് മേരീസ് LP സ്കൂളിലും പേരൂർ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലും നാട്ടശ്ശേരി മാർസലേനിയസ് ഗേൾസ് ഹൈസ്കൂളിലും തുടർന്ന് BCM കോളേജിൽ പ്രീ ഡിഗ്രി പഠനവും പൂർത്തിയാക്കി. വ്രതവാഗ്ദാനത്തിന് ശേഷം 2000-2004 കാലഘട്ടങ്ങളിൽ പാലക്കാട് കാഞ്ഞിരപ്പുഴ നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം 2004 മുതൽ 2014 വരെ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഓൾഡ് ഏജ് ഹോമിലും 2014 മുതൽ 2016 വരെ ഇറ്റലിയിലെ കസ്റ്റിൽ ഫ്രാങ്കോയിലെ ഇടവകയിലും 2016 വീണ്ടും ഫ്ലോറൻസിലെ ഓൾഡ് ഏജ് ഹോമിലേക്ക് തിരിച്ചെത്തുകയും അവിടെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 2019-2020 കാലഘട്ടങ്ങളിൽ ഇറ്റലിയിലെ മിലാനിൽ ജർമ്മൻ പഠനം പൂർത്തിയാക്കി. 2021-22 കാലഘട്ടങ്ങളിൽ ജർമ്മനിയിലെ ഡായ്സ്ബർഗിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ച സിസ്റ്റർ ലത്തീസിയ 2023 മുതൽ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് കമ്മ്യൂണിറ്റിയിൽ അംഗമായിക്കൊണ്ട് സെയിന്റ് അന്ന ക്ലിനിക്കിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. വിജിമോൾ എന്ന സിസ്റ്റർ സെറേന പുത്തൻപുരയിൽ വർക്കി അന്ന ദമ്പതികളുടെ 6 മക്കളിൽ 3ാമത്തെ മകളായി ജനിച്ചു. സഹോദരങ്ങൾ സിബി, ബിജു, സിനിമോൾ, സിജു, നാൻസി. മാനന്തവാടി ചെറുകാട്ടൂർ ഇടവകാംഗമായ സിസ്റ്റർ സെറേന പയ്യമ്പള്ളി സെയിന്റ് കാതറിൻസ് ഹൈസ്കൂളിലും ആറാട്ടുതറ ഗവൺമെൻറ് സ്കൂളിലും തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വ്രതവാഗ്ദാനത്തിനു ശേഷം 1999 ഇറ്റലിയിൽ മദർ ഹൗസിലും 2000 ജർമ്മനിയിലെ ക്ലോപ്പൻബുർഗിൽ ജർമ്മൻ പഠനത്തിനും ശേഷം 2002-2007 കാലഘട്ടത്തിൽ ജർമ്മനിയിലെ നോട്ടർഡാം ഇൻവെസ്റ്റ കോളേജിൽ സൈക്കോളജി പഠനം പൂർത്തിയാക്കുകയും 2007 മുതൽ 2016 വരെ ജർമ്മനി സെന്റ് വിൻസെന്റ് സ്കൂളിലും 2016 മുതൽ ജർമ്മനിയിലെ ബോണിലും അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഡെയ്നി തോമസ് എന്ന സിസ്റ്റർ സിൽവിയ വള്ളോപ്പിള്ളി കുടുംബത്തിൽ തോമസിന്റെയും അന്നമ്മയുടെയും 3 മക്കളിൽ 1ാമത്തെ മകളായി ജനിച്ചു. സഹോദരങ്ങൾ സിനോജ് തോമസ്, സിനി തോമസ്. പാത്തിപ്പാറ സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമായ സിസ്റ്റർ സിൽവിയ കൂട്ടാലിട എളമ്പിലാശ്ശേരി LP സ്കൂളിലും കാറ്റുള്ളമല സ്കൂളിലും തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. SSLC പഠനത്തിന് ശേഷം 1994 ഫിലിപ്പിനേരി സന്യാസിനി സമൂഹത്തിൽ പ്രവേശിക്കുകയും 1995-96 കാലഘട്ടങ്ങളിൽ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. വ്രതവാഗ്ദാനത്തിന് ശേഷം 1996 മുതൽ 2016 വരെ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ മദർ ഹൗസിലും കസ്റ്റൽ ഫ്രാങ്കോയിലെ ഇടവകയിലും സേവനം അനുഷ്ഠിച്ചു. 2007 മുതൽ 2013 വരെ ഫിലിപ്പിനേരി സന്യാസിനി സഭയുടെ ജനറൽ കൗൺസിൽ അംഗമാവുകയും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 2016 ഇന്ത്യയിലെത്തുകയും 2021 വരെ ഫിലിപ്പിനേരി കോൺഗ്രിഗേഷന്റെ ഡെലഗേറ്റ് സുപ്പീരിയറായി ത്യാഗപൂർണവും നിസ്തുലവും പ്രശംസനീയവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതിനുശേഷം 2021 മുതൽ 2023 വരെ ചിരട്ടാമല സമൂഹത്തിൽ സുപ്പീരിയറായി ഇടവക പ്രവർത്തനങ്ങളിലും അമ്മമാരുടെ സംഘടനയായ മാതൃസംഘം എന്ന സംഘടനയിലും സജീവമായ സാന്നിധ്യം അറിയിച്ചു. ഇപ്പോൾ തൊടുപുഴയിൽ ഫിലിപ്പിനേരി സിസ്റ്റേഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാസ ദി സാൻ ജുസേപ്പെ തച്ചൻ്റെ വീട് എന്ന ഓൾഡ് ഏജ് ഹോമിന്റെ സുപ്പീരിയറായി സിസ്റ്റർ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഫിലിപ്പിനേരി സന്യാസിനി സമൂഹത്തെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ആദ്യവ്രത വാഗ്ദാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അഭിവന്യ മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിനെ ഞങ്ങൾ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്രശിരസ്കരാവുന്നു. ഞങ്ങൾ ഈ മഠത്തിലേക്ക് വന്ന നാൾ മുതൽ ഞങ്ങൾക്ക് ക്ലാസുകളിലൂടെയും ആത്മീയ ഉപദേശങ്ങളിലൂടെയും ഞങ്ങളെ വഴി നടത്തുകയും ഫിലിപ്പിനേരി സന്യാസിനി സമൂഹത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ എന്നും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശവും വഴികാട്ടിയുമായ സ്നേഹം നിറഞ്ഞ റെമിജിയസ് പിതാവിൻ്റെ സാന്നിധ്യം ഇന്നീ ജൂബിലിക്ക് ഒത്തിരിയേറെ മാറ്റുകൂട്ടുന്നു. ജൂബിലി കൃതജ്ഞതയുടെ മഹോത്സവമാണ്.
തമ്പുരാന്റെ കൈപിടിച്ച് 25 വർഷക്കാലം നടന്ന പുണ്യസ്മരണകളുടെ പൂക്കാലം. ഉള്ളും ഉള്ളതും കൊടുത്തപ്പോൾ ഉള്ളിൽ കത്തിയെരിഞ്ഞ സ്നേഹാഗ്നി, നാഥ നിന്റേതു മാത്രം, നിനക്കായി മാത്രം. ജൂബിലി വത്സരത്തിൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തിരുത്തലുകൾ വരുത്തി തീരുമാനങ്ങളെടുത്ത് തീക്ഷ്ണതയോടെ മുന്നേറുമ്പോൾ അതിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ആത്മനാഥന്റെ കരങ്ങളിൽ നിന്ന് അതെല്ലാം ദാനമായി സ്വീകരിച്ച് എല്ലാവരെയും എല്ലാത്തിനെയും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവയെല്ലാം കൃപയായി, അനുഗ്രഹമായി, ആത്മാഭിഷേകമായി ഇവരുടെ ജീവിതങ്ങളിലൂടെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എനിക്ക് വിലപ്പെട്ടവളും അമൂല്യയും പ്രിയങ്കരിയുമാണെന്ന ആത്മനാഥന്റെ സ്വരം ശ്രവിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇവർ ഇപ്പോൾ ഈ ജൂബിലി നിറവിൽ ആയിരിക്കുന്നത്. അനുദിന ബലിയിൽ നിന്ന് ഊർജവും ഉഷ്മാവും സ്വീകരിച്ച് അനേകർക്ക് ബലമാകേണ്ട ഈ അർപ്പിത ജീവിതം വരും നാളുകളിലും കൂടുതൽ പ്രശോഭിതമാകട്ടെ. ഈ സമർപ്പണ വഴിയിൽ ഫിലിപ്പനേരി സന്യാസിനി സമൂഹത്തിലൂടെ ഈശോയുടെ സ്വന്തമായി തീർന്ന് ഫിലിപ്പനേരി പുണ്യവാളനൊപ്പം ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്തിയ, ബലിപീഠത്തിനരികിൽ കൂടുചമച്ച ഇവരോട് ചേർന്ന് ഈ 25 വർഷക്കാലം 4 സമർപ്പിത ജീവിതങ്ങളെ കരം പിടിച്ചു നടത്തിയ ദൈവകരുണയ്ക്ക് ഈ ജൂബിലി വർഷത്തിൽ നിറമനസ്സോടെ 1000 നന്ദി.